ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആവർത്തിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ശങ്കരനാരായണൻ തമ്പി മുതൽക്ക് എം.പി. രാജേഷ് വരെ പ്രഗത്ഭമതികളായ പല സ്പീക്കർമാരെയും കേരള നിയമസഭ കണ്ടിട്ടുണ്ട്. കേരള നിയമസഭ ഉണ്ടാകുന്നതിന് മുമ്പ് തിരുക്കൊച്ചി നിയമസഭ ഉണ്ടായിരുന്നു. അവിടെ കെ.പി. നീലകണ്ഠപിള്ളയെ പോലെ അല്ലെങ്കിൽ ടി.എം. വർഗീസിനെ പോലെ ഗജഗംഭീരന്മാരായിട്ടുള്ള സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. വളരെ നിഷ്പക്ഷമതികളായിട്ടുള്ള സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ കല്ലിനെ പിളർക്കുന്ന റൂളിങ്ങുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. നിയമസഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഹൃദിസ്ഥമാക്കിയ സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. വളരെ പ്രതിപക്ഷ ബഹുമാനമുള്ള എ.പി. കുര്യനെ പോലുള്ള സ്പീക്കർമാർ, അതുപോലെ ആരെയും കൂസാത്ത വി.എം. സുധീരനെ പോലെ അല്ലെങ്കിൽ ജി. കാർത്തികേയനെ പോലെയുള്ള സ്പീക്കർമാർ, പിന്നെ അത്ര തന്നെ പ്രഗത്ഭരൊന്നും അല്ലാത്ത ശക്തൻ നാടാരെ പോലെ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആ സ്ഥാനത്തിരുന്നുണ്ട്. പക്ഷേ നമ്മുടെ എൻ ഷംസീറിനെ പോലെ ഒരു പ്രഗത്ഭൻ, ഒരു പ്രതിഭാധനൻ ഒരിക്കലും ഈ നിയമസഭയുടെ അധ്യക്ഷ പീഠത്തിലിരുന്നിട്ടില്ല. ഇത് മുഖസ്തുതിയായിട്ട് വിചാരിക്കരുത്. ഷംസീർ എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ വളരെ കാലമായിട്ട് അടുപ്പവും സ്നേഹമുള്ളവരാണ്. ഒരിക്കൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ഏഷ്യാനെറ്റ് ചർച്ചയിൽ നിന്ന് ഷംസീർ ഇറങ്ങിപ്പോയി എന്നുള്ളത് ഞങ്ങളെ വ്യക്തിബന്ധത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പക്ഷേ ഷംസീറിനെ പോലെ പ്രഗത്ഭമതിയായ ഒരു സ്പീക്കർ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. രാജേഷും എൻ്റെ സുഹൃത്താണ്, സുഹൃത്തല്ലാത്തതുകൊണ്ടല്ല. ഇത് കേൾക്കുമ്പോൾ രാജേഷ് വിഷമിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കും. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശങ്കരനാരായണൻ തമ്പി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എ.പി. കുര്യൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഗംഭീരനായ വർക്കല രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നിട്ടുണ്ട്. പിന്നെ എം. വിജയകുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ഇരുന്നിട്ടുള്ളതാണ്. രാജേഷിന് വളരെ കുറച്ച് കാലമേ കിട്ടിയുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ മദ്യവകുപ്പ് മന്ത്രിയായിട്ട് പ്രൊമോഷൻ കൊടുത്തു. ഈ ഷംസീറിൻ്റെ കാര്യത്തിൽ ഇതുപോലെ അദ്ദേഹത്തിന് പ്രതിഭക്കൊത്ത രീതിയിൽ അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു പരാതി ആദ്യം ഉണ്ടായിരുന്നു. പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനയിലും യുവജന രംഗത്തുമൊക്കെ മുഹമ്മദ് റിയാസിനേക്കാളും സീനിയറാണ് ഷംസീർ. രണ്ടുപേരും ഒരു സമുദായക്കാരാണ്, രണ്ടുപേരും മലബാറുകാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം എം.എൽ.എ. ആയതും ഷംസീറാണ്, ആദ്യം മന്ത്രിയാകേണ്ടിരുന്നതും ഷംസീറാണ്. പക്ഷേ അതിനിടയ്ക്ക് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് നറുക്കിട്ടപ്പോൾ റിയാസിന് നറുക്ക് കിട്ടി. അതും മരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ് മുതലായ കനപ്പെട്ട വകുപ്പുകളും കിട്ടി. പാവം ഷംസീറിന് ഒന്നും കിട്ടിയില്ല. അദ്ദേഹം വളരെ നിരാശാഭരിതനായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് കണ്ണൂർ സർവകലാശാലയിൽ ഒരു താൽക്കാലിക നിയമനം തരപ്പെടുത്താൻ നോക്കിയപ്പോൾ വേറൊരു ശ്രീമതി അതിനെതിരെ കേസ് കൊടുത്ത് അതും കുന്തവാക്കി. അങ്ങനെ എല്ലാം കൊണ്ടും നിരാശനായിരിക്കുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്ഥലത്ത് നമ്മുടെ എം.വി. ഗോവിന്ദൻ മാഷ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഒരു മന്ത്രിസ്ഥാനം ഒഴിവ് വന്നു. അങ്ങനെ ഒഴിവ് വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് ഷംസീറിനെ പരിഗണിക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. ആ സ്ഥാനത്തേക്ക് സ്പീക്കറായിരുന്ന രാജേഷിനെ നിയോഗിക്കും. രാജേഷ് ഒഴിഞ്ഞ സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീറിനെ കൊണ്ടുവരിച്ചു. പക്ഷേ അപ്പോഴൊന്നും ഇദ്ദേഹം ഇത്ര പ്രതിഭാധനമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഷംസീർ കേരള നിയമസഭയിലെ സ്പീക്കറായി ചുമതലയേറ്റതിന് ശേഷം പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി. അതിലൊന്ന് ഈ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കോ മകൾക്കോ എന്തെങ്കിലും അസ്വാരസ്യം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് വിഷമം തോന്നുന്ന എന്തെങ്കിലും പരാമർശം ഏതെങ്കിലും മെമ്പർമാർ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഈ മാത്യു കുഴൽനാടൻ അങ്ങനെയുള്ള അധികാരികൾ ഇങ്ങനെ പരാമർശം നടത്തുമ്പോൾ ഷംസീർ അപ്പോൾ തന്നെ മൈക്ക് ഓഫ് ചെയ്യും. മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെ ഇവർ പറയുന്ന കാര്യം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കാത്തതുകൊണ്ട് ഇങ്ങനൊരു സംഭവമുള്ളതായിട്ട് ആരും അറിയുകയില്ല. പിന്നെ നിയമസഭയ്ക്കകത്തുള്ള സംപ്രേഷണം ഏഷ്യാനെറ്റോ സൂര്യക്കോ അല്ലെങ്കിൽ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ 24 ന്യൂസിനോ ന്യൂസ് 18 ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. സഭാ ടി വി എന്ന് പറഞ്ഞ ഒരു ഒമ്പിച്ച സംവിധാനമുണ്ട്. അതിൽ കൂടി മാത്രമേ ഉള്ളൂ എന്നതിനാൽ നിയമസഭയ്ക്ക് നടക്കുന്നതിലും ആ സ്പീക്കർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രമേ നാട്ടുകാർ കാണേണ്ട ആവശ്യമുള്ളൂ. എല്ലാം കണ്ട ആളുകൾ വഷളായി പോകട്ടെ. കാരണം നിയമസഭയ്ക്കകത്ത് നടക്കുന്ന പാർലമെൻ്ററി ബിസിനസ് കണ്ട ജനങ്ങൾക്ക് ഈ ജനാധിപത്യ സംവിധാനത്തോട് തന്നെ വലിയ ബഹുമാനമായി പോകും എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആളാണ് ഷംസീർ. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നിയമസഭാ പുസ്തകോത്സവം എന്നൊരു കലാപരിപാടി തുടങ്ങി വെച്ച അദ്ദേഹമാണ്. ഇതിനു മുമ്പ് ഒരു സ്പീക്കർക്കും പുസ്തകോത്സവം നടത്തി നിയമസഭയെ ഒന്ന് പുഷ്ടിപ്പെടുത്താം എന്ന് തോന്നിയില്ല. കഴിഞ്ഞ 2 തവണ അത് വളരെ ഗംഭീരമായിട്ട് നടത്തി. അതിന് ഖജനാവിൽ നിന്ന് ഏതാണ്ട് 2 കോടി രൂപ വെച്ച് ചിലവാക്കിച്ചു. പുസ്തകം വാങ്ങിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് എല്ലാ എം.എൽ.എമാർക്കും എം.എൽ.എ. ഫണ്ടിൻ്റെ നിശ്ചിത ശതമാനം ചിലവാക്കാനും അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിയമസഭാ പുസ്തകോത്സവം വഴിക്ക്
ഈ ചിന്ത പബ്ലിക്കേഷൻസിലും ദേശാഭിമാനി ബുക്സിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ വിറ്റഴിപ്പിക്കാൻ ആ സ്പീക്കർക്ക് സാധിച്ചു. അതൊക്കെ സാംസ്കാരിക കേരളത്തിൽ തന്നെ വലിയൊരു നേട്ടമായിട്ട് മാറി. ഈ ശങ്കരനാരായണൻ നമ്പി പോൽക്ക് എം പി രാജേഷ് പോലെയുള്ള പ്രഗത്ഭന്മാർ, കോൺഗ്രസ്സുകാരായ കാർത്തികേയനും ശക്തനും സുധീരനും അടക്കമുള്ള ആളുകൾ, എ സി ജോസുചേട്ടനടക്കം ഇവിടെ സ്പീക്കർമാരായിരുന്നു. അല്ലെങ്കിൽ ലീഗുകാരായ സി സാഹിബും ചാക്കീരി അഹമ്മദ് കുട്ടിയും കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും CH മുഹമ്മദ് കോയയൊക്കെ സ്പീക്കർമാരായിരുന്നു. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പുസ്തകോത്സവം നടത്താൻ സാധിച്ചില്ല. അങ്ങനെ ചിന്ത പോയില്ല. കാരണം ഷംസീറിന് മാത്രമേ അതൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും നടപ്പാക്കാനുമുള്ള പ്രതിഭയുണ്ടാകും. ഈ പ്രതിഭ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രതിഭാധനനായ നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും ശരിയായ രീതിയിലുള്ള വ്യായാമം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി സ്പീക്കറുടെ ഔദ്യോഗിക വസതിയോട് ചേർന്ന് ഒരു ഫിറ്റ്നസ് സെൻറ്റർ ജിമ്മും തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പത്രങ്ങളിലൊക്കെ വന്നു, ഒറ്റക്കോളം വാർത്തയായിട്ടൊക്കെ വന്നു. പക്ഷേ ഈ ഔദ്യോഗിക വസതിയിൽ ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിക്കുന്ന ആദ്യത്തെ സ്പീക്കറാണ് ഇദ്ദേഹം. ആ ചരിത്രപരമായ ആ സ്ഥാനം അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുക്കാൻ ദുഃഖകരമെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനി പോലും തയ്യാറായില്ല. അതിന് വേണ്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 21-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കകം ഈ ടെൻഡറുകൾ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും മികച്ച ഉപകരണങ്ങളാണ് അവിടെ വാങ്ങിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വ്യായാമം ശക്തിപ്പെടുത്താൻ വേണ്ടി ട്രെഡ്മില്ലടക്കമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് വേണ്ട സകല സാമഗ്രികൾ വാങ്ങിക്കുന്നുണ്ട്. പണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാശിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഇദ്ദേഹം സ്ത്രീധനം വാങ്ങിക്കാനാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് പൊതു ഖജനാവിൽ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണെന്ന് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റുമല്ലോ. കാരണം സ്പീക്കറുടെ ആരോഗ്യം ശക്തിപ്പെടേണ്ട ആരുടെ ആവശ്യമാണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. ജനാധിപത്യം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ സ്പീക്കറുടെ ശരീരം പുഷ്ടിപ്പെടണം. അദ്ദേഹത്തിന് ദുർമേധസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. പോത്തിറച്ചി തിന്നുന്നുണ്ടെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കൊളസ്ട്രോൾ കുറയാനുള്ള വല്ല ഗുളികയും കഴിക്കണം. ഏതായാലും നമ്മുടെ സ്പീക്കർ ഈ ചെറുപ്രായത്തിൽ ഗുളിക കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം വ്യായാമം ചെയ്ത് ശരീരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെ ഒക്കെ ആരോഗ്യ ആ കൂട്ടത്തിൽ മെച്ചപ്പെടുത്താം. നിയമസഭാ സ്റ്റാഫിനും സമയം കിട്ടുന്ന മുറയ്ക്ക് അവിടെ പോയി ഫിറ്റ്നസ് ഉറപ്പാക്കാം. ഖജനാവിൽ അല്പസ്വല്പം കാശിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഈ പുസ്തകോത്സവത്തിന് 2 കോടി കൊടുക്കാമെങ്കിൽ ഫിറ്റ്നസ് സെൻറ്ററിന് വേണ്ടി 3-4 കോടി കൊടുക്കുന്നതിലും തടസ്സമൊന്നുമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? ക്ലിഫ് ഹൗസിനോട് ചേർന്ന് പശുത്തൊഴുത്തുണ്ടാക്കുന്നു, പശുവിന് പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു, നീന്തൽക്കുളം കരുണാകരൻ്റെ കാലത്തുണ്ടാക്കിയപ്പോൾ നമ്മളൊക്കെ ആക്ഷേപം പറഞ്ഞാണ്. ആ നീന്തൽക്കുളത്തിന് ഓടി പിടിപ്പിക്കുന്നു. അദ്ദേഹത്തിന് നീന്താനൊന്നും ആരോഗ്യമില്ല, നീന്താനുള്ള ആരോഗ്യമില്ല. എന്നാലും അങ്ങനെയല്ലോ, ഒരു നീന്തൽക്കുളം ആകുമ്പോൾ അതിൻ്റേതായ ആ ചട്ടവട്ടങ്ങളൊക്കെ ഒരുക്കട്ടെ. നീന്തൽക്കുളം മോടി പിടിപ്പിക്കുന്നു, സെക്യൂരിറ്റി ശക്തിപ്പെടുത്തുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പീക്കർ വെറും ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങുന്നുള്ളൂ ഔദ്യോഗിക വസതിയോട് ചേർന്ന്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മന്ത്രിമാരൊക്കെ ഇത് ചെയ്യേണ്ടതാണ്. മന്ത്രിമന്ദിരത്തോട് ചേർന്ന് ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങുക. ഇപ്പോൾ ഈ കുടവയറും എന്താണ് ദുർമേധസ്സുമായിട്ട് നടക്കുന്ന എത്ര മന്ത്രിമാരുണ്ട് നമ്മുടെ മന്ത്രിസഭയിൽ? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും, ഇല്ലേ? അങ്ങനെയുള്ള ആളുകളൊക്കെ വ്യായാമം ചെയ്ത് അവരുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തട്ടെ, ഒന്ന് ശക്തിപ്പെടുത്തട്ടെ. അവരൊക്കെ നല്ല മസിൽമാന്മാരായിട്ട് മാറട്ടെ. ഇനി ആവശ്യം വരികയാണെങ്കിൽ ഗവർണറുടെ അടുത്തോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്തോ ഗുസ്തി പിടിക്കുന്നതിനുള്ള ആരോഗ്യം ഇവർക്കുണ്ടാകട്ടെ. അതിന് ഫിറ്റ്നസ് ട്രെയിനർമാരെ നിയമിക്കട്ടെ. ഇതൊക്കെ നല്ലതാണ്. ഫിറ്റ്നസ് സെൻറ്റർ. അതുപോലെ വനിതാ മന്ത്രിമാർ 3 പേരുണ്ട് നമുക്ക്. ബിന്ദു ടീച്ചറുണ്ട്, നമ്മുടെ ചിഞ്ചുറാണി സഖാവുണ്ട്, വീണ മാഡമുണ്ട്. ഇവർക്കൊക്കെ ആ ഔദ്യോഗിക വസതിയോട് ചേർന്ന് ഒരു ബ്യൂട്ടി പാർലർ കൂടി തുറന്നിട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആ മുഖ സൗന്ദര്യം, ഇപ്പോൾ തന്നെ സൗന്ദര്യത്തിന് കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അതൊന്നുകൂടി മെച്ചപ്പെടും. അവരുടെ രോമം പറിക്കാനും മുഖത്ത് പുട്ടിയടിക്കാനും അവരുടെ സൗന്ദര്യം ഉറപ്പുവരുത്താനുള്ളൊരു സംവിധാനം ഔദ്യോഗിക വസതിയോട് ചേർന്ന് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കാശും കൂടി ചിലവാകും. എന്നാൽ പോലും അതൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ മന്ത്രിമാരൊക്കെ സുന്ദരികളും സുന്ദരന്മാരുമായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ഈ വികൃതവും വിരൂപവുമായ മുഖം കാണിച്ച് മന്ത്രിമാർ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ആർക്കതിൻ്റെ പോക്കണക്കേട് ആർക്കാ? എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള നികുതിദായകരായ സാധാരണക്കാർക്കാണ്. അതുകൊണ്ട് മന്ത്രിമാരെല്ലാവരും ആരോഗ്യവാന്മാരാകട്ടെ. സ്പീക്കറടക്കം, ഡെപ്യൂട്ടി സ്പീക്കറടക്കം, ചീഫ് വിപ്പ് അടക്കം എല്ലാവരും ശക്തിമാന്മാരാകട്ടെ. വനിതാ മന്ത്രിമാരെല്ലാവരും തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖം മിനുക്കട്ടെ. അതിനുള്ള ചിലവ് സർക്കാരിൽ നിന്ന് വഹിക്കട്ടെ.
ഇപ്പോൾ അവരുടെ വീട്ടിൽ ബോൺവിറ്റ് വാങ്ങിക്കുന്നതിൻ്റെ പൈസയും ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. എന്താണ് കേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോയ മന്ത്രിമാർക്ക് വലിയ ത്യാഗമല്ലേ, അവർക്ക് യാത്രപ്പടിയും കൊടുത്തു. അങ്ങനെ അവരുടെ സർവ്വചെലവും സർക്കാരിൽ നിന്ന് വഹിച്ചു. അതിന് പുറമെ യാത്രപ്പടി വേറെയും കൊടുത്തു. കരിമ്പ് തിന്നുന്നതിന് കാശ് ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അങ്ങനെ യാത്രപ്പടി വരെ മേടിച്ച് നക്കിയ ആൾക്കാരാണ് നമ്മുടെ മന്ത്രിമാരായിട്ടിരിക്കുന്നത്. അവരുടെ വീടിനോട് ചേർന്ന് ഫിറ്റ്നസ് സെൻറ്ററും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറും ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഇത് വളരെ വളരെ നിർണായകമാണെന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും ഷംസീർ സഖാവിൻ്റെ ആരോഗ്യം പൂർവാധികം ശക്തിപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ജനാധിപത്യത്തിൻ്റെ ആരോഗ്യമാണ്, നിയമസഭയുടെ ആരോഗ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യമാണ്.